അളിയ അളിയ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ നിമിഷം ഇവള് കളരിക്കൽ വീട്ടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഞാൻ എന്തിനും തയ്യാറായിട്ട് നിൽക്കുക. അതെ, ഞാൻ പറയുന്ന ഒന്ന് കേക്കോ? വേണ്ട സുമിത്രേ, എന്താ താൻ കണ്ടുപിടിക്കാൻ പോകുന്ന വ്യത്യാസം? കളിയാക്കണ്ട. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനത് പറയും. അതെന്റെ ശീലമായി പോയി. എന്ത് ചെയ്യാനാ? പിന്നെ നേരത്തെ വിളിച്ചപ്പോ ഒരു കാര്യം പറയാതെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതെന്താടോ? യാത്രയിൽ പറയാൻ പറ്റാത്ത അത്ര വിശേഷപ്പെട്ട കാര്യം? വിശേഷപ്പെട്ട കാര്യാ. ഗാഥമോളെ പ്രഗ്നന്റാ. മാറ് തളയോട്. അയ്യോ മുത്തശ്ശി, അയ്യോ അമ്മേ, അമ്മേ, അയ്യോ. എന്താണ്ടായേ? മുത്തശ്ശിയാണെങ്കിലേ മുത്തശ്ശിയുടെ സ്ഥാനത്തിരിക്കണം. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് എന്റെ അടുത്തേക്ക് വന്നാലേ ഞാൻ ഇനി വിട്ടു തരില്ല. എന്താടി നീ പറഞ്ഞ? എന്റെ അമ്മ നീ എന്ത് ചെയ്യുന്നാ പറഞ്ഞേ? നീ ആരാ എന്താന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവനാ ഞാൻ. എന്റെ നാവൊന്ന് ശരിക്കും പൊങ്ങിയാലോ? ഓ, നാവാണോ നിങ്ങളുടെയൊക്കെ അഹങ്കാരം? എന്നാലോ ഒന്ന് കാണട്ടെ. ഗാഥയെ പറയാനുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാ പറയാം. എന്നെ ചോദ്യം ചെയ്തതിനുള്ള അനുഭവമാണ് ദേ ആ കിടക്കുന്നത്. അതിനി ആര് ശ്രമിച്ചാലും ഇത് തന്നെയായിരിക്കും അനുഭവം. ഞാൻ മര്യാദയ്ക്ക് ദേ ഈ സന്ധ്യദീപം കൊളുത്താൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോ ദേ ഈ പരട്ട കിളവി വന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്താ. എന്താ വിളിച്ചത്? എന്റെ മുത്തശ്ശിയെ താൻ എന്താ വിളിച്ചതെന്ന്? എന്നെ ഇറിറ്റേറ്റ് ചെയ്താ ഞാൻ വിളിക്കും. ആരെയും എന്തും വിളിക്കും. എന്റെ മുത്തശ്ശിയോട് ബഹുമാനമില്ലാതെ പെരുമാറിയ നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉൾക്കൊള്ളണ്ട മിസ്റ്റർ നവീൻ. സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ, അവൾക്ക് വേണ്ടി സംസാരിക്കാത്ത ഒരുത്തന്റെ കൂടെ ഇനി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. എനിക്കിനി നശിച്ച കുടുംബം വേണ്ട. അങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു കയറില്ലാൻ തീരുമാനിച്ചിട്ട് പോയാ മതി. ഇതിനേക്കാളും വലിയ വീടേ എനിക്കുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. ഐ എം ഗാഥ ശ്രീനിവാസ്. താനൊക്കെ 10 ജന്മം ജനിച്ചാലും എന്റെ സ്റ്റാറ്റസിന്റെ ഒപ്പം എത്തില്ല മിസ്റ്റർ നന്ദഗോപാൽ. നവീൻ, ബൈ, ഗുഡ് ബൈ. കേട്ടിട്ടെന്താ ഒരു സന്തോഷമില്ലാത്തത്? എങ്ങനെ സന്തോഷിക്കും? അഹങ്കാരിയെ പെണ്ണ. ഈ കളരിക്കലിൽ കാലൂത്താൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനമെടുത്തല്ലേ സുമിത്രേ? നവീന്റെ ജീവിതത്തിൽ ഇത്രയേറെ പ്രഷർ വന്നത് അവൾ മാത്രമല്ലേ സുമിത്രേ? പിന്നെ എന്തിനാ വീണ്ടും അവളിവിടെ സ്വീകരിച്ചേ? മുൻപത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴുള്ള അവളുടെ അവസ്ഥ. ഏത് അവസ്ഥയിലായാലും ശരി, കാര്യമില്ല. അറുത്തറിയാൻ തീരുമാനിച്ച അറുത്തറിഞ്ഞേ പറ്റൂ. ഏട്ടൻ വന്നപ്പോഴാ കാര്യങ്ങൾക്കൊരു ചൂടും ചുരുക്കമൊക്കെ വന്നത്. എന്റെ ഏട്ടാ, ഇവിടെ ഉള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ചേട്ടനെ ഇഷ്ടപ്പെടില്ല എന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. പക്ഷെ പറഞ്ഞ ഈ നിൽക്കുന്ന സുമിത്രയിടത്തെ അടക്കം എനിക്കെതിരെ പറയും. ഗാഥമോളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ ആ ആക്സിഡന്റിന് ശേഷം ഗാഥമോളുടെ മാറ്റം എല്ലാവർക്കും ബോധ്യപ്പെട്ടതല്ലേ? അതൊന്നും അമ്മായി പറയണ്ട. ഗാഥ ഇവിടെ കാണിക്കാത്ത വേഷം കെട്ടലുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. പിന്നെ ഈ രാത്രി വേണമെങ്കിലും ഇവിടുന്ന് ബഹളം ഉണ്ടാക്കി ഇറങ്ങി പോവുമല്ലോ. അതിപ്പോ മുത്തശ്ശി തല്ലിയിട്ടാണെങ്കിലും ശരി, അമ്മാവനെ തല്ലിയിട്ടാണെങ്കിലും ശരി, അമ്മായിയെ തല്ലിയിട്ടാണെങ്കിലും ശരി, അവൾക്കതിന് യാതൊരു മടിയും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണേ പെണ്ണെ. ദേ, എല്ലാ തവണയും പോയിട്ട് അവളിവിടെ തിരിച്ചു വരുമ്പോ പൊന്നും പൗഴും ഒക്കെ വെച്ചങ്ങ് സ്വീകരിക്കും. ഉടൻ അവളുടെ അഹങ്കാരം അങ്ങ് തുടങ്ങും.
എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ? ഒന്നും മിണ്ടാതിരിക്കും നിർമ്മലേ. അവളെ തടയേണ്ട സുമിത്രേ. നവീന്റെ ഭാര്യയായി അവൾ ഇവിടെ തുടരണ്ടെന്നുള്ളത് നമ്മൾ ഈ കുടുംബം ഒരുമിച്ചെടുത്ത തീരുമാന. അതിന് വിട്ടുവീഴ്ച കാണിച്ച അതവന്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്യുന്നൊരു പാതകമായിരിക്കും. എനിക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ഹ. അളിയാ പിന്നെ ദേ, 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 ദേ. നിങ്ങക്കൊരു കാര്യം മനസ്സിലായോ? എന്ത്? ദേ ഗാഥ വന്നോ നിന്നതോ ഒന്നും നന്ദേട്ടനെ പിടിച്ചിട്ടില്ല. ആണോ? ദേ ഇപ്പൊ ഇറക്കി വിടാനാ പോകുന്നത്. എന്നാ പിന്നെ വാ. ആ, വാ. ആ. ഏ? അമ്മാവൻ അവളെ ഇറക്കി വിടാനാ ഉദ്ദേശമെങ്കിലേ കഴുത്തിന് കുത്തി പിടിച്ച് പുറത്തു കളയണം. ആ, അത് ഞാൻ ഏറ്റടി മോളെ. അളിയാ അതെ, ഞാൻ പറയുന്ന ഒന്ന് കേക്കോ നന്ദേട്ടാ. ഓ നീ എന്തിനാ വീട്ടിൽ തിരിച്ചു വന്നേ? ദേ, ചേട്ടൻ ചോദിച്ചിട്ടില്ലേ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അളിയാ അളിയ ഒരു വാക്ക് പറഞ്ഞാ മതി. ഇപ്പൊ ഈ നിമിഷം ഇവള് കളരിക്കൽ വീട്ടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഞാൻ എന്തിനും തയ്യാറായിട്ട് നിൽക്കുക. അതെ, ഞാൻ പറയുന്ന ഒന്ന് കേക്കോ. വേണ്ട സുമിത്രേ, ഇവൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ല. ഞാനതിന് സമ്മതിക്കില്ല. അച്ഛൻ വരുന്ന വഴി ഒന്നും കഴിച്ചില്ലേ? നല്ല ക്ഷീണുണ്ടല്ലോ മുഖത്ത്. അച്ഛൻ പറഞ്ഞതൊക്കെ എന്നെ ഉദ്ദേശിച്ച് തന്നെയാണോ? എന്നെ മോളെ, സോറി മോളെ. അയ്യേ സോറിയോ? ഇതെന്താ ഏട്ടാ ഇവളെ കണ്ടപ്പോ ചേട്ടന് മുട്ടു വരച്ചോ? അങ്ങോട്ട് ചോദിക്കേട്ടാ എന്നിട്ട് പിടിച്ച് ഇറക്കി വിട്.